ജയറാം, ശ്രീനിവാസൻ, ജഗതി കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയുടെ ആഘോഷം തീർത്ത നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. അബു ഹസൻ ഹിയർ. ഏത് നിമിഷം ആക്രമണം ഉണ്ടായേക്കാം. ബി റെഡി. സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനും മൃഗമാലും വിടണ്ട. മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക്. ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ. താൻ തമാശകളാ. ഓവർ ഓവർ. അയ്യോ സാർ, നമ്മുടെ റേഞ്ചിന് അപ്പുറത്താവർ. തൊട്ടടുത്തല്ലേടോ. അല്ല സാർ, സാർ ആ ബൈനാക്കുലർ മാറ്റിയിട്ട് നോക്കണം. സോറി. അബു ഹസൻ ഹിയർ. ആ ചിൽഡ്രൻസ് പാർക്കിനടുത്തുള്ള വെള്ളപൂശിയ ബിൽഡിംഗ് ഏതാണ്? ഹോട്ടൽ മയൂര. ഇങ്ങനെ നമ്മുടെ ടീമെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ. ലഞ്ച് കഴിക്കാനെന്നോ? സ്റ്റെപ്പേഡ്. രണ്ട് കള്ളന്മാർ പൈപ്പ് ലൈൻ വഴി ഇറങ്ങുന്ന ഞാൻ കാണുന്നു. കോഷൻ കോഷൻ. അവർ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ ബാങ്ക് കൊള്ളക്കാരായിരിക്കും അവർ. പൈപ്പ് നന്നാക്കുന്ന വരുന്നോ? എന്നെ പഠിപ്പിക്കേണ്ടതാൻ. മൂവ്. ദിസ് ഈസ് മൈ ഓർഡർ. ഓവർ ഓവർ. കഴിഞ്ഞ 6 മാസമായി നിന്നെ ഞാൻ തപ്പിക്കൊണ്ട് നടക്ക്. ഇവനെ പൊക്കിയുള്ള ഒതുക്ക്. കൊള്ളക്കാർ, കൊലപ്പുള്ളികൾ, ഭീകരന്മാർ. ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെ പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം. അണ്ടർസ്റ്റാൻഡ്? സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നേ വരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ്. You are arrested for immoral traffic under the railway bridge. ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ ബാല്യക്കാരുടെ പണിയാണ്. എവനെ പിടിച്ച് ലോക്കപ്പിത്തള്ളു. കുഞ്ഞിക്കണ്ണ്. തല്ലി ഉക്കാർ, തല്ലി ഉക്കാർ. ഈ കേസ് കേട്ടിന് ലോക്കപ്പിലാക്ക്. ശരി സാർ. സാർ, എന്താ? വേറെ മുറിയില്ലേ ഇവിടെ കിടക്കാൻ? ഉണ്ടല്ലോ, AC മുറിയുണ്ട്. തന്നെ അങ്ങോട്ടാക്കാം. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനലാണെന്ന്. സാർ, ഞാൻ പറഞ്ഞോട്ടെ. അത് കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി അവനെ വിടണോ വേണ്ടയോ എന്ന്. പറ. സത്യം മാത്രമേ പറയാവൂ. ലോകത്തിൽ എന്തിനേക്കാളും ഏറെ എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ്. ആ അച്ഛന് ദാരിദ്ര്യം നിറഞ്ഞ വാർദ്ധക്യ കാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ എന്ത് ജോലിയും ചെയ്ത് പണമുണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത്. കഷ്ടപ്പെട്ട് എല്ല് നുറുകെ അവൻ കൂലിവേല ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നലെ ടെലഗ്രാം കിട്ടുന്നത്. എന്തായിരുന്നു ടെലഗ്രാമിൽ? അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. എന്താ? അവന്റെ അച്ഛൻ മരിച്ചെന്നോ? അതെ സാർ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോവായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ? അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാ, ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു. അത് ഒരു കള്ളനോട്ടടിക്കാരന്റെ കൂടെ. ആരാണ് സാർ? അറുമുഖം ചെട്ടിയാർ. ഒരു പിടിയിട്ടാ പുള്ളി. കുറേയേറെ കേസുകൾ തെളിയാനുണ്ട്. അടുത്തങ്ങും പുറത്തിറങ്ങില്ല. താങ്ക് യു സാർ. എന്തിന്? ഇങ്ങനെയുള്ള ഘാതകരകത്താക്കിയതിന് ഒരു പൗരനെന്നുള്ള നിലയ്ക്ക് താങ്ക് യു. വരൂ. My condolence. കുഞ്ഞിക്കുട്ടാ. രാമേന്ദ്ര,
ചെട്ടിയാര് സാറേ, കാലത്ത് ഓബ്രോയ്, ഉച്ചയ്ക്ക് ഗ്രാൻഡ്, വൈകിട്ട് ലക്കി സ്റ്റാർ. ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ. പാവങ്ങളെ പറ്റിക്കുമ്പോ ആലോചിക്കണം. കുറച്ചാൽ ഇവിടെ തന്നെ കാണുമല്ലോ. കാണാം, വരട്ടെ. നാണോ ഇല്ലല്ലോടാ നിനക്ക്? എന്റെ കണ്ണൊന്നും തെറ്റിയില്ല. അതിനു മുമ്പ് അവൻ പാലത്തിന്റെ അടി കയറിയിരുന്നു. രാമേന്ദ്രൻ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ പിശാച് എന്റെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത്. ഓ പിന്നെ, നീ എത്ര വലിയ കാമദേവനാണല്ലോ. കണ്ട അവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ട് ഓടി വരാൻ. ദേ ഒരു കാര്യം പറയാം, ഈ സ്വഭാവം കൊണ്ട് നീ എന്റെ കൂടെ നടന്ന എന്റെ തടി കേടാവും. ഭിക്ഷ എടുത്തെങ്കിലും വണ്ടിക്കൂലിക്കുള്ള കാശ് ഒപ്പിച്ചു തരാം. ഒന്ന് സ്ഥലം ഒഴിവാക്കി തരാമോ? എന്താ രാമേന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇനി എങ്ങോട്ട് പോവാനാ? നമുക്ക് ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയാലോ? ഹോട്ടലിലെ കാശ് നിന്റെ അച്ഛൻ കൊടുക്കോ? ബ്ലഡി ഫൂൾ. രാമേന്ദ്രന്റെ അച്ഛനെ പറയരുത്. പറയും, ഇനിയും പറയും. മഹാബൂർസ്വാസി കള്ള മൂരാച്ചികളാണ് നിന്റെ അച്ഛൻ. നാട്ടുകാരെ പറ്റിച്ച് കുറെ പൂത്തി വെച്ചിട്ടുണ്ടല്ലോ. വല്ല കള്ളന്മാരടുത്തും പറഞ്ഞാൽ മതി, എല്ലാം കൂടെ അരിഞ്ഞു കൊണ്ടുപോകും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇനി ആരുടെ കാല് പിടിച്ച കിടക്കാൻ ഒരു ഇടം കിട്ടുക? രാമേന്ദ്ര, ഈ ബോംബെ പാർട്ടിയോ ലക്നൗ പാർട്ടിയോ വിചാരിച്ചാൽ താമസിക്കാനൊരു സ്ഥലം എവിടെയെങ്കിലും കിട്ടില്ലേ? എനിക്കൊരുമാതിരി ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കേട്ടോ. നീ കാരണം നാട്ടിലേക്ക് പോകാൻ കൂടി വയ്യാതായി. അവസാന കൈയായിട്ട് താമസത്തിന് ഒരു സൗകര്യം കൂടി തൽക്കാലം ശരിയാക്കാൻ പോവാ. 1-2 ദിവസത്തേക്ക്. അവിടെയും എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. വാട കിഴങ്ങ. ഞാൻ പിന്നീട് കോയമ്പത്തൂർ വന്നപ്പോഴെല്ലാം രാമേന്ദ്രൻ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു, ബട്ട് കഴിഞ്ഞില്ല. ഞാൻ ചില ബിസിനസ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് കുറെ നാള് ലുധിയാനയിലായിരുന്നു. ഓ ഐ സി. ദെൻ കം ടു ദ മാറ്റർ. ഈ വീട്ടിന്റെ പോർഷനിൽ രാമേന്ദ്രൻ താമസിക്കുന്നത് എനിക്ക് പ്രശ്നമേ ഇല്ല. ബട്ട് വൺ തിങ്, എന്റെ വൈഫിന്റെ ഡിസിഷനാണ് എന്റെ ഡിസിഷൻ. അവള് വരുന്നത് വരെ ഒരു 5 days നോ പ്രോബ്ലം. അത് മതിയെങ്കിൽ എന്റെ ഫ്ലാറ്റ് ശരിയാകുന്നവരെ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ ഞാൻ മാറിക്കോളാം. എങ്ങോട്ട് മാറാനാ രാമേന്ദ്ര? കുറെ കാലം ഇവിടെ തന്നെ താമസിക്കണമെന്ന് പറ. Who is this guy? എന്റെ ഫ്രണ്ടിനെ പോലെയാ, ഹെൽപ്പിനൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ. Oh, I see. I show the room. Come on. എന്താ പോയിക്കോളാനാണോ? റൂം Come കാണിച്ചു. on, follow me. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പഴയ സാധനങ്ങൾക്ക് ഡം ചെയ്തിരിക്കുകയാണ്. ഓ അതൊക്കെ ഞങ്ങൾ ശരിയായിക്കോളാം. കുറച്ച് നാളത്തേക്കല്ലേ. പിന്നെ എങ്ങോട്ട് പോകും? ഞങ്ങളിനി വൈകുന്നില്ല. പെട്ടിയ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക. എടുത്തോണ്ട് ഉടനെ വന്നേക്കാം. Okay, carry on, carry on. This is your key, okay? താങ്ക് യു. ആ അപ്പൊ ഞാൻ ആ പെട്ടി എടുത്തോണ്ട് വേഗം ഇങ്ങ് വന്നേക്കാം. നീ ഇതൊക്കെ അടിക്ക് വൃത്തിയാക്കി വെക്കണം. ഞാനോ? പറയുന്ന പോലെ ചെയ്യടാ. രാമേന്ദ്ര, രാമേന്ദ്ര, ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല രാമേന്ദ്ര. രാത്രിയിലൊന്നും കഴിച്ചില്ല, ഇപ്പൊ രാവിലെ ഒന്നുമില്ല. വയറ് കത്തി കരിയ. കോലോത്തായിരുന്നെങ്കിൽ ഈ നേരത്ത് ഒരു ചെരുവം പാൽക്കഞ്ഞി അകത്തായിട്ടുണ്ടാവും. രാമേന്ദ്ര, എന്തെങ്കിലും ഒന്ന് പറ. ഓ നേരെ മുമ്പിൽ കടലിലെ കിടക്കുന്നത്. പോയി ഉപ്പുവെള്ളം കുടിക്കേ. മോശം മനുഷ്യൻ ഉറങ്ങാനും സംഭവിക്കൂല. ചേട്ടാ, ചേട്ടാ, Who are you? What do you want? തനാരാ? ഞാൻ ഇന്നലെ മേലെ രാമേന്ദ്രനോട് രാമചന്ദ്ര. എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി കിട്ടിയ തിരക്കേടില്ലായിരുന്നു. What? പാൽക്കഞ്ചിയോ? അതെ, ഈ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം കഞ്ഞില്ലേ, അത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുമോ? എന്ത്? അതെ, ഈ പാൽക്കഞ്ഞി. You beggar? ഞാൻ ആരെന്ന് വിചാരിച്ചു? തന്റെ വേലക്കാരനോ? രാമചന്ദ്ര. അയ്യോ, രാമചന്ദ്ര. ഒരക്ഷരം നീ മിണ്ടി പോരുത്. നൂല് കോർക്കാനായിട്ടൊരു സൂചി എന്നാ അതിൽ കൂടെ ഞാനേ കിടത്തൂലടാ. അയാളുടെ കൈയും കാലും പിടിച്ചിട്ട് കിടക്കാൻ ഒരു ഇടം കിട്ടിയത്. വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ. വിശപ്പ് സഹിക്കാൻ പറ്റാതെ നീ എന്ത് ചെയ്യും? ഇരക്കുവോ? വേറൊരു മാർഗം ഇല്ലെങ്കിൽ ഞാൻ ഇറക്കും. അത്രക്ക് വിശപ്പുണ്ടേ രാമേന്ദ്ര. എനിക്കിപ്പോ എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തു. അയ്യോ നീ ഒന്ന് മോങ്ങാതിരിക്കേ. ഞാൻ ഇതിൽ വഴി ആലോചിക്കട്ടെ. കുഞ്ഞിക്കുട്ടാ, ദേ ചെട്ടിയാർ ആൾക്കാർ എത്തി. അവര് താഴെ വെയിറ്റ് ചെയ്യാ. വളരെ ഹാപ്പിയാ ചെട്ടിയാര്. നമുക്ക് ഇത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നീ ചക്കയൊക്കെ എവിടെ സംഘടിപ്പിച്ചു? അച്ഛനും അമ്മയും മനംനൊന്ത് ശപിച്ചിട്ടുണ്ടാവും. അതേറ്റു രാമേന്ദ്ര. കട്ടത് ചുട്ടുപോകുന്നുള്ള ചൊല്ല അന്വർത്ഥായി. നീ എന്തായി പറയുന്നത്? എല്ലാം പോയി രാമേന്ദ്ര. തസ്കരന്മാർ മുഴുവൻ പണവും തട്ടിക്കൊണ്ടുപോയി. എന്റെ ഈശ്വര. ഞാൻ വരിക്കച്ചക്ക വാങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു. കാറ് കയറ്റി കൊണ്ടുപോയി പണം അപഹരിച്ച് എന്നെ റോട്ടിൽ തട്ടിയിട്ട് തസ്കരന്മാർ കടന്നു കളഞ്ഞു. മഹോപാവി, തന്നോട് ആര് പറഞ്ഞു പുറത്തിറങ്ങാൻ?
എന്റെ ഈശ്വര, ഞാനിപ്പോ എന്ത് ചെയ്യും? ചെട്ടിയാർ ആളുകൾ എന്നെ കൊല്ലുമെന്ന്. നമ്മുടെ തലയിലെഴുത്താ രാമേന്ദ്ര. തനിക്ക് ആ വഴിക്ക് വല്ലയിടത്തും പോയി ചത്തൂടായിരുന്നോ? ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഹോട്ടലിൽ ഇനി എങ്ങനെ കാശ് കൊടുക്കും? ഉറപ്പായിട്ടും ചെട്ടിയാർ എന്നെ തട്ടും. കള്ളനോട്ടടിക്കാരനെ കൈകൊണ്ട് മരിക്കാനായിരിക്കും എന്റെ വിധി. എന്റെ വിധി എങ്ങനെയാണാവോ? പോടാ എങ്ങോട്ടെങ്കിലും. എന്ത് ചെയ്യണമെന്ന് ഒരു പിടികിട്ടുന്നില്ലല്ലോ. ആ കാലമാടന്മാരാണ് താഴെ കാവല് നിൽക്കുക. ഈ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകും.